ഇറാൻ അതിർത്തിക്ക് സമീപമുള്ള വിദേശ സേനകൾക്ക് മുന്നറിയിപ്പ്. സൈനിക സേനകളുടെ സാന്നിധ്യം അവർക്ക് തന്നെ ഭീഷണിയാണെന്നും നിരന്തരമായ സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ അപകടത്തിൽപ്പെട്ടേക്കാമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല പരിഹാരം അവർ ഇവിടെ നിന്നും പിൻവാങ്ങുക എന്നതാണ്. ഞങ്ങൾ നയതന്ത്ര തലത്തിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ മറ്റു ഭാഷകളും ഞങ്ങൾക്ക് വഴങ്ങുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. അതേസമയം ഇറാനുമായി മുൻപത്തേക്കാൾ മികച്ച ധാരണ ഉടനെയുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാനും ഇസ്രയേലും വെടിനിർത്തിയതിനാൽ സ്ഥിതി ശാന്തമാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്നലെ വൈകിയും ഇറാനിൽ മാരകമായ ആക്രമണത്തിന് ഇസ്രയേൽ വ്യോമസേന ഒരുങ്ങിയിരുന്നു. രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്ന് മാറ്റിവെച്ചു. ഇറാനിലെ ആക്രമണവുമായി മുന്നോട്ടു പോകുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ പിന്നീടങ്ങോട്ടും ഒറ്റയ്ക്ക് മുന്നോട്ടു പോകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാനും അപ്രതീക്ഷിതമായാണ് ഇസ്രയേലിനുള്ള തിരിച്ചടി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത്. ബറാക് ഒബാമയുടേതിനേക്കാൾ നല്ല കരാർ ഇറാനുമായി ഉടനെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ദക്ഷിണ ലെബനനിൽ 14 പേർ കൊല്ലപ്പെട്ടു. തുറമുഖ നഗരമായ സൗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിന് മുൻപ് പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധശേഖരങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ സാധാരണ ജനവാസ മേഖലകളാണ് ആക്രമണത്തിൽ കൂടുതലായി ബാധിക്കപ്പെട്ടതെന്ന് ലെബനൻ അധികൃതർ ആരോപിച്ചു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതോടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വീണ്ടും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇറാനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടികൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയിരുന്നതായും എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രയേൽ ഇതിൽ നിന്നും പിൻവാങ്ങിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഘർഷം ആളിക്കത്തുന്നത് മേഖലയിലെ സമാധാന ചർച്ചകളെ അട്ടിമറിക്കുമെന്നും ഇത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് വൈറ്റ് ഹൌസിന്റെ വിലയിരുത്തൽ. ലെബനൻ തലസ്ഥാനമായ ബൈറൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതേ തുടർന്ന് ഇരു രാജ്യത്തും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടന്നിരുന്നു. യുദ്ധ സാഹചര്യം ആഗോള സമ്പദ് വ്യവസ്ഥയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ആക്രമണ വാർത്തകൾ പുറത്തുവന്നതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ വിലക്കേർപ്പെടുത്തിയതോടെ ആഗോള ചരക്കുനീക്കവും പ്രതിസന്ധിയിലായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ധന ഇറക്കുമതിയെയും വ്യോമഗതാഗതത്തെയും ഈ തടസ്സങ്ങൾ സാരമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം H-1B വിസ അപേക്ഷകൾക്കായി ഏർപ്പെടുത്തിയ വൻ തുകയുള്ള ഫീസിനെതിരെ ഫെഡറൽ കോടതിയുടെ നിർണായക വിധിയും പുറത്തുവന്നു. ഈ തീരുമാനം ഭരണഘടനാനുസൃതമല്ലെന്നും US കോൺഗ്രസിന്റെ കൃത്യമായ അനുമതിയില്ലാതെ ഇത്തരം ഒരു സാമ്പത്തിക പിഴ ഏർപ്പെടുത്താൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെ അമേരിക്കൻ കുടിയേറ്റ നയത്തിൽ ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ട്രംപ് കോടതി വിധിയെ രൂക്ഷമായി വിമർശിച്ചു. ഫെഡറൽ ജഡ്ജിമാർ രാജ്യത്തിന് വലിയ ദോഷമാണ് ചെയ്യുന്നതെന്നും നിലവിലെ കോടതി സംവിധാനം രാജ്യത്തെ പിന്നോട്ടടിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ വിധി സ്റ്റേ ചെയ്യാനും അപ്പീൽ നൽകാനുമുള്ള തയ്യാറെടുപ്പിലാണ് വൈറ്റ് ഹൌസ്. പതിറ്റാണ്ടുകളെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന H-1B വിസ സംവിധാനം പരിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞു. വൈറ്റ് ഹൌസ് ഈ തീരുമാനത്തെ പ്രതിരോധിക്കുമ്പോൾ പാർട്ടി ഭേദമന്യേ നിരവധി US നിയമസഭാംഗങ്ങൾ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും അഭാവം പരിഹരിക്കാൻ വിദേശ വിദഗ്ധരെയാണ് ആശ്രയിക്കുന്നതെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ചൂണ്ടിക്കാട്ടി. അലാസ്കയിലെ സ്കൂളുകളിൽ മികച്ച അധ്യാപകരെ എത്തിക്കാൻ H-1B വിസ അത്യന്താപേക്ഷിതമാണെന്ന് അവർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.